സമരം ചെയ്യാൻ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ഗവൺമെന്റ് LP സ്കൂളിന് അവധി നൽകിയ അധ്യാപകർ സമരം ചെയ്യുന്നതിനാൽ സ്കൂളിന് അവധിയാണെന്ന് കുട്ടികളുടെ ഗ്രൂപ്പിൽ അധ്യാപകർ മെസ്സേജ് അയക്കുകയായിരുന്നു. വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല. AEO സ്കൂളിലെത്തി പരിശോധന നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ഷിജോ ചേരുന്നു. ഷിജോ, എന്തടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു അവധി ഉടൻ പ്രഖ്യാപിച്ചത്? അതിന് ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകളോ കാര്യങ്ങളോ ഉന്നത തലത്തിൽ നിന്നും നേടിയിരുന്നോ? അതിലെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഇന്നിപ്പോൾ പണിമുടക്ക് പ്രഖ്യാപിച്ചതാണ്. അത് വളരെ നേരത്തെ തന്നെ ഇന്ന് പണിമുടക്കും എന്നുള്ള കാര്യങ്ങൾ അവർ അറിയിച്ചിരുന്നതാണ്. എന്നാൽ ഒരു സ്കൂളിന് പൂർണ്ണമായിട്ട് അവധി നൽകി ആ സ്കൂളിലെ അധ്യാപകർ സമരത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നുമല്ല. അങ്ങനെ ഒരു സമരം ഉണ്ടെങ്കിൽ തന്നെ വളരെ അതിൻ്റെ ഒരു സൂചന എന്നോണം ഒന്നോ രണ്ടോ ചില അധ്യാപകർ സമരത്തിൻ്റെ ഭാഗമായിട്ട് മറ്റു ചില അധ്യാപകരും ജീവനക്കാരും സ്കൂളിൽ തുടർന്നുകൊണ്ട് വിദ്യാഭ്യാസം മുടങ്ങാതെ അധ്യയനം തുടരുന്ന ഒരു സാഹചര്യമാണ് ഇക്കാലങ്ങളിൽ നമ്മൾ കണ്ടുപോന്നിരുന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും അടക്കത്തിലേക്കുള്ള ഈ സമരത്തിൻ്റെ ഭാഗമാകാൻ വട്ടിയൂർക്കാവ് LP സ്കൂളിലെ മുഴുവൻ അധ്യാപകരും പോയപ്പോഴാണ് സ്കൂളിന് അവധി നൽകിയത്. ഇന്നിപ്പോൾ രാവിലെ ചില കുട്ടികൾ ഈ സ്കൂളിലേക്ക് വന്നപ്പോഴാണ് സ്കൂൾ അടഞ്ഞു കിടക്കുന്ന കാര്യമൊക്കെ അറിഞ്ഞത്. അപ്പോൾ ഇന്നലെ തന്നെ സ്കൂളിലെ അധ്യാപകർ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ചില ഒരു മെസ്സേജും മറ്റ് സന്ദേശങ്ങളുമൊക്കെ ഇട്ടിരുന്നു. സ്കൂളിന് അവധിയായിരിക്കും, സ്കൂളിലെ അധ്യാപകർ എല്ലാവരും സമരത്തിൻ്റെ ഭാഗമാകാൻ പോവുകയാണ്, അതുകൊണ്ട് സ്കൂളിന് അവധിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകൾ മാതാപിതാക്കളും കുട്ടികളുമൊക്കെയുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു സന്ദേശമൊക്കെ ഇട്ടിരുന്നു. പക്ഷേ അത് AEOനോടോ അല്ലെങ്കിൽ മറ്റ് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിലെ അധികൃതരോടോ കൂടി ആലോചിക്കാതെ എടുത്തൊരു തീരുമാനമാണ്. അല്പസമയം മുമ്പ് AEO ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. പിന്നെ AEO ഇവിടെ എത്തിയാണ് ഈ സ്കൂളിൻ്റെ ഗേറ്റ് തുറന്ന് അകത്ത് കയറിയത്. പിന്നീട് ഇതിനകത്ത് അന്വേഷണം നടത്താനായിട്ട് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രി V. ശിവൻകുട്ടി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സമരം ചെയ്യാൻ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ഗവൺമെന്റ് LP സ്കൂളിന് മുഴുവനായി അവധി നൽകിയിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് ഷിജോ കുര്യനായിരുന്നു.